പുറകിലോട്ട് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നഴ്സറിയിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വീഡിയോയിലൊക്കെ കാണാം, എനിക്ക് പോയിക്കോന്ന് പറഞ്ഞ് കരയുന്ന നഴ്സറിയിൽ പോകുന്ന ചെറുക്കനെ അല്ലെങ്കിൽ കുട്ടീനെ അല്ലെങ്കിൽ കാണാം. പക്ഷെ ആ ബന്ധം എവിടെ പോയി നിങ്ങളത്? നിങ്ങൾ വളർന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ അമ്മയുടെ ചൂട് നിങ്ങൾക്ക് ആവശ്യമില്ലാതായി തുടങ്ങി. ഈ ചൂട് മക്കളെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് മാറി 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 ഡിസ്റ്റൻസിലോട്ട് പോകുന്നോ അത്രത്തോളം നിങ്ങൾ അനീതിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂടാണ് നിങ്ങളെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്. എനിക്കൊരാളോട് വീട്ടിൽ പോയിട്ട് ഉത്തരം പറയാനുണ്ട്. അമ്മയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഞാൻ ആണായാലും ശരി പെണ്ണായാലും ശരി ഞാൻ അശുദ്ധമായിരിക്കരുത്. അശുദ്ധം എന്ന് പറഞ്ഞാൽ വല്ല കഞ്ചാവ് കച്ചവടത്തിൽ കുടുങ്ങി, വേറെ എന്തെങ്കിലും കച്ചവടത്തിൽ കുടുങ്ങി, ഇതൊക്കെ എന്താണ് നോർമലി നമുക്ക് നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ സ്വഭാവം നിങ്ങൾ ആദ്യം ഇൻകൾക്കേറ്റ് ചെയ്യുക. ഈ അമ്മ ആരാണെന്നുള്ള വില നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളത് ഇതിനൊരു സുഖമുണ്ട്. പിന്നെ വേറെ കുറച്ച് കടുത്ത ഭാഷയിൽ ഞാൻ പറയാം. മക്കളെ, ഈ ചൂട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ ഉള്ള ചൂടുള്ള ആ വ്യക്തി വാതിക്കൽ നിന്നുകൊണ്ട് പൈ പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ആ ചൂട് ആ ശരീരത്തെ കാണാതെ കിടക്കുകയായിരിക്കും, ശിരസിന്റെ അവിടെ ഒരു നിലവിളക്കം കൊളുത്തിക്കൊണ്ട്. ആ ഗ്യാപ്പ് എത്രയാണ്? വെറും 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിരിക്കും. ആ ഗ്യാപ്പിൽ പിന്നീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന എന്താണെന്ന് അറിയാം, ജീവിതകാലം മുഴുവൻ പശ്ചാത്താപിക്കുകയാണ്. എന്തെന്ന് കാലത്ത് എൻ്റെ അമ്മ വാതിക്ക് നിന്ന സമയത്ത് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചില്ല, ഞാനൊന്ന് ഉമ്മ വെച്ചില്ല എന്ന് തോന്നുന്ന പ്രായശ്ചിത്തം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എൻ്റെ കുട്ടികൾ, ഞാൻ എൻ്റെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന, എൻ്റെ മേജർ റീസ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന വൺ ഓഫ് ദ ബിഗ് തിങ്, ഈ ഒരു സ്വഭാവം നിങ്ങൾ ഇൻകൾക്കേറ്റ് ചെയ്യണം. അമ്മ എന്ന് പറയാം, ആ അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ ആ അമ്മ ഏത് മണ്ണിൽ നിന്നുകൊണ്ട്, നമ്മളിന്ന് ഭാരതാംബ എന്ന് വിളിക്കുന്ന ആ അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണിനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കണം നിങ്ങൾ. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ രാജ്യസ്നേഹിയായിട്ട് മാറുന്നത്. അത് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും രാജ്യദ്രോഹപരമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള കുറുക്കന്മാരായിട്ട് മാറില്ല. രാജ്യത്തിന് വിൽക്കുന്നത് എന്നോട് സത്യം പറഞ്ഞാൽ ഇന്ന് സാജൻ സെക്രട്ടറിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. 3 വർഷം പിന്നെ സാജൻ എന്താ വേണ്ടത്, പിന്നെ ആം ആദ്മിയിൽ ചേരാറ്. ഞാൻ അവൻ കള്ളനാണ് എന്നത് തുറന്നു പറഞ്ഞതാണ്. സാജൻ അതെങ്ങനെ നേരിട്ട് പറയാൻ പറ്റുന്നത്? ഇതേപോലെ ജനപക്ഷം പിന്നെ എന്നെ വിളിച്ച് ചോദിച്ചു, എല്ലാവരും നമുക്ക് നിങ്ങൾ ഇതിന്റെ ഹെഡായിട്ട് നിൽക്ക്, നമ്മൾ 2020 കൂടെ ചേർന്നിട്ട്. ഞാൻ പറയുന്നു, ഈസ് എ ബിഗസ്റ്റ് ചോർ ഐ നോ ദാറ്റ്. അല്ലെങ്കിൽ അണ്ണാചാരെ പോലുള്ള ഒരു വ്യക്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ അന്ന് പറഞ്ഞാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷെ പിന്നീട് അവൻ കയറി വന്ന് മുഖ്യമന്ത്രിയായി. ഒരു AC പോലും എന്റെ വീട്ടിൽ വെക്കില്ലെന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ ഞാൻ ഡൽഹിയിൽ അന്വേഷിച്ചപ്പം ഇന്ന് അയാളുടെ ബംഗ്ലാവിനകത്തിരിക്കുന്ന 37 AC സോ പറഞ്ഞതൊന്നും വാക്കിന് സ്ഥിരതയില്ലാത്ത ഇവിടുത്തെ മുഖ്യമന്ത്രി പോലെ തന്നെയാണ് ഇയാളും വളർന്നു വന്നത്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെയുള്ളൊരു ചീത്തപ്പെടുന്നില്ല. രാജ്യദ്രോഹപരമായിട്ട് എന്തെങ്കിലും ചെയ്തെന്നത് എന്റെ അറിവിലില്ല. കക്കലും മുക്കലൊക്കെ ഓക്കെ. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്ന ഈ വെറും ഒരു മദ്യത്തിന്റെ ലോബിയിൽപ്പെട്ട് കുടുങ്ങിയിട്ടില്ല. ഹി വാസ് എ സ്പൈ ഫോർ ജർമ്മനി ആൻഡ് US. ഇതിനൊക്കെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വെറുതെ വിടും. എന്റെ രക്തം തിളക്കുകയാണ്. നമ്മൾ ഈ നാടിനു വേണ്ടി നെഞ്ചും തിരിച്ചു നിന്നിട്ട് അമ്മയ്ക്ക് ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇവനെപ്പോലുള്ള ആളുകളെയാണ് ഞാൻ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് എന്നുള്ളത് തോന്നുന്ന സമയത്ത് ഇവനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടില്ല എന്നുള്ളൊരു വികാരം ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ട്? ഈ മണ്ണിന് വേണ്ടി നെഞ്ചും തിരിച്ചു നിന്നുകൊണ്ട് പോരാടിയ ഒരു പോരാളി ആയതുകൊണ്ട്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ആ ഒരു വികാരം വരണമെങ്കിൽ യു ഷുഡ് ബി എ റിയൽ പെട്രിയോട്ട്. അങ്ങനെ പെട്രിയോട്ട് ആവുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നേരെയുള്ള വഴിയല്ലാതെ വേറെ വഴി കൂടെ നിങ്ങളൊന്നും നേടാൻ ശ്രമിക്കരുത്. എന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും തോറ്റിട്ട് നാട് വിട്ട് ഓടിപ്പോയ വ്യക്തിയാണ്. 9ലും തോറ്റു, 10ലും തോറ്റു. 9ൽ തോറ്റപ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന്. അച്ഛനൊരു സെക്കൻഡ് വേൾഡ് വാർ സോൾജറായിരുന്നു. അപ്പൊ ആ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാലും ഞാൻ കയ്യോ കാലം എല്ലാം അത് റൂളൊക്കെ വെച്ചടിക്കും, കയറ് വെച്ച്. ഇന്ന് അച്ഛൻ അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല. ഏത് വെച്ചടിച്ചു കഴിഞ്ഞാലും ഇവനെടുത്തോളുന്നുള്ള ചങ്കൂറ്റം മൂപ്പർക്കുണ്ട്. പക്ഷെ എന്റെ വെയിറ്റ് അന്ന് SSLC ബുക്കിൽ എഴുതിയിരിക്കുന്നത് വെറും 37 കിലോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം ഞാൻ ഈ 9 എത്രയായിരുന്നു എന്നുള്ളത്. എന്നാലും അച്ഛൻ ഈ സെക്കൻഡ് വേൾഡ് വാർ പണിഷ്മെന്റ് ഞാൻ അന്ന് കൊടുക്കും കട്ടയ്ക്ക്. കാര്യം എല്ലാം
കഴിഞ്ഞ് രക്ഷപ്പെട്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അമ്മോട് വരും, എന്തെങ്കിലും എടുക്കാൻ നമ്മൾ വിശക്കുന്നു, നാണം പറയാം നിനക്ക്, ഇത്രയും തല്ലുകൊണ്ട് ചാപ്പാട് കഴിക്കാൻ പറ്റും, നമ്മൾ അടുത്ത അടി കിട്ടുന്നതിന് മുന്നേ എനിക്ക് ആരോഗ്യം ഉണ്ടാകണം. ഇതാണ് എന്റെ പോളിസി, പോസിറ്റീവായിട്ട്. അപ്പൊ അമ്മയും പോട്ട് ഇതിനെക്കൊണ്ട് ഇത് നേരെയാവില്ല. പക്ഷെ ആ നേരെയാവില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ എത്തി പിന്നീട് 10ാം ക്ലാസ്സിൽ തോറ്റ് നാട് വിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ആലോചിക്കും, എന്റെ അമ്മ ഇതിലേക്ക് അറിയുന്നുണ്ട്. നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് ആരാണെന്നത് നിങ്ങളുടെ അമ്മയാണ്. ഞാൻ അച്ഛനൊക്കെ പിന്നെയും കൺട്രോൾ ചെയ്യും. പക്ഷെ ഈ അമ്മ നിസ്സഹായമായിട്ട് കണ്ണീര് വെക്കും. നിങ്ങളോടുകൊണ്ടും പറയില്ല, പാത്രങ്ങളോട് സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് കണ്ണീര് വെക്കും. അപ്പോഴും പറയും, എന്നെയും തിരിഞ്ഞിട്ട് ദൈവത്തിനോട് നോക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് നല്ലത് വരുത്തണേ എന്ന് പറയും. ഈ അമ്മയുടെ കണ്ണീര് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നാട് വിട്ടുപോയി ബോംബെയിൽ പോയി ഒരു 3-4 ദിവസം പട്ടിണി കിടന്നപ്പോഴാണ് അറിയുന്നത് പട്ടിണിക്ക് ഇത്രയും വലിയ വേദനയുണ്ടെന്നുള്ളത്. ഭക്ഷണം കിട്ടാതെ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്ന സമയത്ത് പൈപ്പിലെ വെള്ളം കുടിച്ച് കിടക്കുമ്പോഴാണ് അറിയുന്നത് വിശപ്പിന് ഇത്രയും തീവ്രതയുണ്ടോ എന്നുള്ളത്. അത് മനസ്സിലായി. അന്നും ആരും കക്കാൻ പോയില്ല. പക്ഷെ ഒരു കള്ളത്തരം ഞാൻ ചെയ്തു. അത് പ്രായശ്ചിത്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല, അത്രയും വലിയ കുറ്റമല്ല ഞാൻ ചെയ്തിരിക്കുന്നെങ്കിൽ കൂടെ എനിക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് എത്താൻ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന കാശില്ല. ഞാൻ കള്ളവണ്ടി കയറി പിടിക്കപ്പെടുകയും ചെയ്തു. കാരണം ഈ പിടിക്കപ്പെടാതെ എങ്ങനെ സ്റ്റേഷനിൽ പുറത്തുകൊണ്ടെന്നുള്ള ബുദ്ധിയൊന്നും നമുക്കില്ല. കറക്റ്റായിട്ട് പിടിക്കപ്പെട്ടു. ഇവിടെയാണ് നമ്മൾ സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടുന്നെങ്കിലും ഒരു ദൈവികമായിട്ടുള്ള ശക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുമെന്ന് പറയുന്നു. കോഴിവാട സ്റ്റേഷനിൽ 4 പിള്ളേരെയും എന്നെ പറഞ്ഞൊരു 3 പേരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുന്ന ആദ്യം എന്താണ്, ജയിൽ ഖാന എന്നുള്ള ചോദിക്കുന്നത്. കാരണം നമ്മൾ ജയിലിടാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണെന്നുള്ള അറിയാം. അപ്പൊ ഞാൻ ഇവരുടെ ചോദിക്കുന്നത് എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ചോദിക്കുകയാണ്, ജയിൽ ഖാന കിട്ടുമെന്ന് ചോദിക്കും. എനിക്കിപ്പോ വിശപ്പ് മാറ്റണം, 3 ദിവസമായിട്ട് പട്ടിണി കിടക്കുകയാണ്. ഡിസെൻട്രിയും ഡയറി അടിച്ചിട്ട് അത് വേറെ. ഇങ്ങനെ വീക്കായിട്ട് നിൽക്കുന്ന ആൾ ഞാനിങ്ങനെ ഹാളിലോട്ട് നോക്കുമ്പോൾ ഒരു വൈറ്റ് പട്ടാണി സൂട്ട് ഇട്ട് ഒരാളിങ്ങനെ വരുന്നുണ്ട്, നടന്നുണ്ട്, വലിയ ആകാനവാഹമായിട്ട്. എനിക്ക് ഞാനിങ്ങനെ നോക്കുന്നവരാണ്. അയാളടുത്ത് വരുന്നു. ഈ വിക്കറ്റ് ഫെൻസിങ് പോലെ ഇത്രയും ഹൈറ്റുള്ള ഫെൻസിങ് ആണ്. ഇപ്പുറത്ത് കൈ കാണിക്കുന്നു, ഞാൻ കൈ കൊടുക്കുന്നു. ഇയാൾ ഈ കൈ കൊണ്ട് എന്നെ പൊക്കി അങ്ങെടുക്കാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു 30-40 കിലോ 38 കിലോ വെയിറ്റേ ഉള്ളൂ. എടുത്തിട്ട് എന്നെ പുറത്തടിച്ചിട്ട് എന്നോട് ഓടാൻ പറഞ്ഞു. ഓടാന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്കൊന്നും നോക്കില്ല, എനിക്ക് ഓടലാണ് നെക്സ്റ്റ് പ്രയോറിറ്റി. ഈ വിശന്നിരിക്കുന്ന ആള് ഇത്രയും ഓടി സ്റ്റേഷന് പുറത്തു വന്ന് കുറച്ചേരൊക്കെ കിതച്ചു നിന്നു. ആരാണെന്നുള്ള ഇന്നും അറിയില്ല എനിക്ക്. കാരണം ഇവിടെയാണ് ഞാൻ യോഗത്തിൽ വിശ്വസിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വഴിയിലൂടെ, നല്ല വഴിയിലൂടെ നിങ്ങൾ പോകും. ഒരിക്കലും ജയിലിൽ പോകാനുള്ള യോഗം എൻ്റെ തലയിൽ ഇല്ല എന്നുള്ളത് അതിലും എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ഓരോ ദിവസമെങ്കിലും ഒരു ദിവസം അവിടെ കിടന്നു കഴിഞ്ഞാൽ അതൊരു യോഗമായിട്ട് മാറില്ലേ. ബട്ട് ഇവിടെ നിന്നെല്ലാം തോന്നുകയാണ്, ഇല്ല, എൻ്റെ അമ്മ കരഞ്ഞിട്ടുണ്ട്, ആ അമ്മയുടെ കരച്ചില് ചിരിയാക്കിയിട്ട് മാറ്റണം, നാടിന്റെ മുമ്പിൽ അന്തസ്സായിട്ട് നടക്കണം. അങ്ങനെ ഞാൻ പട്ടാളത്തിൽ ചേർന്നു. പട്ടാളത്തിൽ ചേർന്നതിന് ശേഷം നാട്ടുകാർക്ക് വിശ്വസിക്കാത്ത രീതിയിൽ ഞാൻ പഠിച്ചുമായിരുന്നു. ഒരാൾക്കറിയാം ഞാൻ 10ാം ക്ലാസ് പാസ്സായി, അവിടെ ഇരുന്നുകൊണ്ട് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രീ ഡിഗ്രിയും പാസ്സായി. എൻ്റെ കൂടെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർ പ്രീ ഡിഗ്രി പാസ്സാകുമ്പോഴും ഞാനും പ്രീ ഡിഗ്രി പാസ്സായി അവിടെ ഇരുന്നുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓഫ്സെറ്റ് ടെസ്റ്റിന് എഴുതാണ്. 3.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഓഫ്സെറ്റ് ടെസ്റ്റും പാസ്സായി. എൻ്റെ പേപ്പറിൽ ഫോട്ടോ വരികയാണ്. എൻ്റെ ഫോട്ടോ പേപ്പറിൽ വരികയാണ്. ഫുൾ ഇന്ന ആളുടെ മകൻ, ഇന്ന ആളുടെ അമ്മയുടെയും പേരുണ്ട്, പട്ടാളത്തിൽ ഓഫീസറായി എന്നും പറഞ്ഞത് 3.5 വർഷത്തിൽ. ഇത് കാണുമ്പോഴാണ് നാട്ടുകാർ എന്താ പറഞ്ഞത്, ഇവനിവിടുന്ന് ഇതെല്ലാം കൂടി തോറ്റിട്ട് പോകരുത്, എങ്ങനെ അതൊക്കെ നേടിയെടുത്ത്. പിന്നുള്ള വരവുണ്ടല്ലോ മക്കളെ, അതൊരു വരവാണ്. മോഹൻലാലിന്റെ വരവ് പോലെ തന്നെ ഗതനായിരിക്കും. അധികം അങ്ങനെയുള്ള ആചാരവാഹമൊന്നും ഇല്ലെങ്കിലും ആ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സിയും പിടിച്ചിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാർ നോക്കുമ്പോണ്ട് ഒരു അഭിമാനം. അപ്പമ്മക്ക് വാ അമ്മ, അമ്മക്ക് അടുത്ത വീട്ടിൽ കുളിക്കാൻ പോവാം, നാട്ടുകാരൊന്ന് കാണട്ടെ എന്ന് പറയും. ഇതായിരിക്കണം നിങ്ങൾ ഓരോരോ ചെറുപ്പക്കാരുടെയും വാശി എന്ന് പറയും. അല്ലാതെ അവരെ കടൽ കയറി റോട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി കൂടുതൽ പോയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകില്ല, കടൽ തിരിച്ചു പോവില്ല. സോ ലോജിക്കലി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരോ പടി നിങ്ങൾ മുന്നോട്ട് പോകണം. അവിടെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ പ്രധാനമന്ത്രിമാരെ. ഒരു പ്രധാനമന്ത്രി എൻ്റെ അടുത്ത്, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഭരിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ഹോം മിനിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞതാണ്,
എന്റെ മകൾക്കൊന്നും പറ്റാൻ പറ്റില്ല, രാജ്യത്തിന്റെ അഭിമാനം പോയാലും പോട്ടെ, നിങ്ങൾ തിരിച്ചു വാങ്ങണം. റുബയ സേദി കിഡ്നാപ്പ് കേസിൽ അവരെ സംരക്ഷിക്കാൻ പോയ കമാൻഡോറിന്റെ ലീഡറായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. ഇന്ന് നിങ്ങൾക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. പുൽവാമയിൽ നീ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ അപ്പുറത്തെ ഞങ്ങൾ 300 വരെ നിങ്ങളെ ചുട്ടുകൊണ്ടിരിക്കും എന്നുള്ളത് ഇതുപോലൊരു പ്രധാനമന്ത്രിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്.